ആലിം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ രണ്ട് സൈസ് ആലിമ്യങ്ങളുണ്ട്. ഉഖറവിയായ ആലിമ്യങ്ങൾ, ദുന്യവിയായ ആലിമ്യങ്ങളുണ്ട്. ഈ ദുനിയവിയായ ആലിമ്യങ്ങളെ കുറിച്ചിട്ട് എന്താ ഹദീസിൽ വന്നത്, എന്താ കിതാബിൽ വന്നത്? എത്രക്കും മോശമായിട്ടാ. കാരണം ഈ ദീൻ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, ദീനെ വിറ്റിട്ട് സ്ഥാനമാനം നേടുന്ന ആൾക്കാരെ കുറിച്ച് എന്താ കിതാബിൽ പറഞ്ഞത്, എന്താ അസാലിമാവ് പറഞ്ഞത്, അത് നോക്കിയാൽ മനസ്സിലാവും ആരാണ് ആലിം എന്നുള്ളത്. ഈ അവൈലബിൾ ആയ ഇൽമു മുഴുവനും ഏത് ജാതിക്കും പഠിക്കാൻ പറ്റും. ജൂതം വരെ പഠിക്കുന്നുണ്ട്, ജൂതന്മാർ വരെ പഠിക്കുന്നുണ്ട്. ഉറക്കതെന്ന് മരം നട്ടുപിടിപ്പിക്കാണ്ട് കാരണം എന്താ? ഹബീബ റസൂലുള്ളാഹി ഹദീസ് കണ്ടിട്ടല്ലേ ഉറക്കതെന്ന് മരം മാത്രമാണ് അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത് നട്ടുപിടിപ്പിക്കുക. അതേപോലെ ഒരു പലതും ചെയ്യണ്ട്. മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ എങ്ങനെയെന്ന് അവർക്ക് അറിയാം. ജായസന്താനങ്ങളെ കൊണ്ടാണ് അവരത് ചെയ്തു. ഇതേപോലെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അവർ നമ്മളത് പഠിച്ചെടുത്തല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ അവൈലബിൾ ആയ ഇൽമു മുഴുവൻ എല്ലാവർക്കും പഠിച്ച. പക്ഷെ പാപ്പ പറഞ്ഞെന്താ? ദോഷികൾക്ക് അല്ല കൊടുക്കൂല എന്നാ. ദോഷികൾക്ക് കൊടുക്കാത്ത ഇൽമ് മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പം എല്ലാവർക്കും ഈ ഇൽമ പഠിക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഇൽമ് അള്ളാഹ് ഉദ്ദേശിച്ച ഇൽമെന്ന് മനസ്സിലാക്കണം. അത് നൂറായ ഇൽമാണ്. ഏതാണ് നൂറ്? രണ്ട് നൂറാ ലോകത്തുള്ളൂ. ഒന്ന് അള്ളാഹു നൂറ് സമാവാതി വൽ അർദ്, രണ്ട് ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. ഒന്ന് അള്ളാഹുവിൽ നിന്ന് വന്ന നൂറ്, ഒന്ന് അള്ളാഹു എന്ന നൂറ്. അനമിൻ നൂരില്ല വകുല്ലു ശൈഇൻ മിൻ നൂരി നൂറുൻ അലാ നൂർ. ഇതാണ് ആ നൂറാകുന്ന ഇൽമ പഠിക്കണം. ആ ഇൽമിനെ കുറിച്ചാണ് ഇൽമ എന്ന് പറയാ. അത് ഉടയവരാണ് ആലിമ്. അല്ല കാണാതെ പഠിച്ച് തരക്കൊരു മേട്ടം കിട്ടിയ പോണ ഇൽമല്ല ഈ ആലിമീങ്ങൾ എന്ന് പറഞ്ഞത്. അതിന് തെളിവെന്താ? ലോകത്ത് ഏറ്റവും ഉന്നതരായ അവസ്ഥ ഉള്ള കിട്ടിയ ആൾക്കാർ ആലിമീങ്ങളാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ഏറ്റവും നമുക്ക് അച്ചറുണ്ടാക്കുന്ന അടികൊണ്ടത് പോലും തമ്മില. എന്താ കാരണം? ഇൽമിന്റെ മാറ്റം തന്നെയാണ് അതിന് കാരണം. അപ്പൊ ആലിമീങ്ങളെ തെറി പറയാൻ പാടില്ല, ആലിമീങ്ങളെ കുറ്റം പറയാൻ പാടില്ല. ആലിമീങ്ങളെ കുറ്റം പറഞ്ഞവരൊക്കെ മോശപ്പെട്ടവരാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഈ ആലിമീങ്ങളെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ആലിമീങ്ങളെ കുറിച്ചാണ്.